അയ്യപ്പ, നീ എന്റെ പുറകെ എത്ര നടന്നാലും ഇനി ഒരു പ്രയോജനവും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. സാക്ഷാൽ അയ്യപ്പ സ്വാമി വന്നാ പോലും ഒരു ചില്ലി കാശിന് ഞാൻ തരില്ല. എന്നാ ഞാൻ ഇനി കട തുറക്കുന്നില്ല. തുറന്നിട്ട് എന്താ കാര്യം? വിൽക്കാൻ വല്ലതും വേണ്ടേ? ഇതുവരെ വിറ്റ സാധനങ്ങളുടെ കാശൊക്കെ എന്ത് ചെയ്തു? അമ്മയ്ക്ക് പറഞ്ഞ മനസ്സിലാവാത്തത്. മുഴുവൻ സാധനം കൊണ്ടുവന്ന് പറ്റുകാരല്ലേ, അവര് മാസം ആദ്യം കാശ് തരും. പറ്റുകാരുടെ കാര്യം പറഞ്ഞ് നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഈ ഒരൊറ്റ പ്രാവശ്യം കൂടി മതി. വണ്ടിക്കാരെന്നെ അവിടെ കാത്തു നിൽപ്പുണ്ടാവും. ഞാൻ ചെന്നിട്ട് വേണം ചിരക്കിറക്കാൻ. നീ ഇന്നലെ ചന്തയെന്ന് വളം കൊണ്ടുവന്ന് പറഞ്ഞ് കാശും കൊണ്ടുപോയിട്ട് സാധനം എവിടെ? നീ എവിടെ പോവാ? വളം വാങ്ങിച്ചിട്ട് വരാം. ആകാശം പോയി. എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവന്റെ കാശ് കൊടുക്കരുതെന്ന്? നീ പോയി കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടോ? ഓ, അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല. ഇഡലി അല്ലേ ഇരിക്കുന്നത്. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. 10,000 കൊണ്ട് നിറയട്ടെ. അമ്പേ, തിന്നു മുടിക്കാൻ മാത്രമായിട്ടുണ്ട് ജന്മം. നിക്ക്, ഇതാ പട്ടാളക്കാരന് കൊണ്ടുപോകാൻ വെച്ച പാത്രമല്ലേ? ഇതുവരെ കൊണ്ടുപോയില്ലേ? ആര് കൊണ്ടുപോവാനാ? മീനാക്ഷി കൂട്ടാക്കുന്നില്ല. അവക്കെന്താ? മീനാക്ഷി, എന്താടി നിനക്ക്? അങ്ങനെ ഒരു കടും പൊട്ടന ഇന്നലെ ഒരു ആവശ്യമില്ലാതെ എന്റെ നേരെ ചാടി. താക്കോല് കൊടുക്കാൻ ചെന്നപ്പോ നീ ഗോവിന്ദനായുടെ മകളാണെന്ന് വിചാരിച്ച അയാൾ കരുതിർത്തതാ. ഞാൻ പറഞ്ഞപ്പോഴാ പിടികിട്ടിയത്. നീ കൊണ്ട് കൊടുക്ക. ഗോവിന്ദനാര് പറഞ്ഞിട്ടാ അലക്കാൻ വല്ലതുണ്ടോ? അലക്കാൻ അന്നൊന്നും ഉണ്ടാവില്ല, നാളെ വന്നോളൂ. പാലിത്രയും മതിയോ? നാഴി പാലിന്റെ ആവശ്യമുള്ളൂ. ഞാൻ കട്ടന. മീനാക്ഷി അല്ലേ? എന്താ തുറന്നു നോക്കിക്കോളൂ. മറ്റേ ആളെവിടെ? ആര്? ഒരു പോത്തില്ലേ ഇവിടെ? ഇന്നലെ കിടന്ന് ചീറിയില്ലേ? മീശ. നീ എന്താണ് ഇവിടെ? ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇഷ്ടമില്ലയോ? ഇഷ്ടായിട്ടില്ല എന്നല്ല, പട്ടാളക്കാരനാണെങ്കിലും അതിലുപരി ഒരു പഴഞ്ചൻ തമ്പനാണ് ഞാൻ. റൊട്ടിയും പാലും ഒക്കെ ഇപ്പോഴും പനി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കൂ. ഇവിടെ എന്താ എല്ലാരും കഴിക്കാന്ന് വെച്ചാ അത് തന്നെ മതി എനിക്കും. ഞങ്ങളൊക്കെ വെറും നാടൻ രീതിക്കാരാണ്. അത് തന്നെയാണ് എനിക്കും താല്പര്യം. എവിടെ? ഞാനൊന്ന് കാണട്ടെ. അമ്മയാ. ഓ, ഇതാണോ കേളൻ? കേളനോ? കേളൻ എന്ന് പറഞ്ഞ കേളുനായർ, കേളപ്പൻ നായർ അങ്ങനെ വല്ലതും ആണോ? കേളനല്ല, കേണൽ. അങ്ങനെ ഒരു പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അത് പേരല്ല, പട്ടാളത്തിനൊരു പദവിയാ. അപ്പൊ പേരില്ലേ? പേരുണ്ട്. RV തമ്പുരാൻ. തമ്പുരാൻ എന്ന് വിളിക്കും. തമ്പുരാനും തമ്പുരാട്ടിന്നും ഒക്കെ ഇവിടെ ചെറുമക്കളാ ഞങ്ങളെ വിളിക്കുക. അതെങ്ങനെ ഒരു പേരാകുക? കേളാന്ന് തന്നെ വിളിക്കാം, അതാ ഒരു സുഖം. ഞാൻ ആച്ചമ്മ. എല്ലാവർക്കും ഞാൻ ആച്ചമ്മയാ. കേളനും അങ്ങനെ വിളിച്ചാ മതി കേട്ടോ. ഇതെന്റെ മൂത്ത മകൻ കുമാരു. ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടു. ഓ, ഇത് രണ്ടാമത്തവൻ അയ്യപ്പൻ. ഇങ്ങോട്ട് മാറിക്കടാ. ഇതല്ലേ അവൻ കുഞ്ഞൂട്ടൻ. എല്ലാവർക്കും കൃഷി തന്നെ പണി. അയ്യേ, എനിക്ക് കൃഷിയൊന്നുമില്ല. ഞങ്ങൾ കൃഷി ചെയ്യും, അവൻ തിന്നു തീർക്കും. ഞാനൊരു ചെറിയ കട നടത്തുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ ഇറങ്ങിയായിരുന്നു. ഞാൻ ഇറങ്ങിക്കോട്ടെ. ചെല്ലു. ഇരിക്കേ കേളം, ഇരിക്കേ. ഇവരുടെ അച്ഛൻ കൗണ്ടറുടെ കാര്യസ്ഥനായിരുന്നു. എന്ന് വെച്ചാ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അവര് ഞങ്ങളെ കരുതിയിരുന്നത്. അവിടെ ഒരു വിരുന്നുകാരൻ വരിക എന്ന് വെച്ചാ ഇവിടെ വന്ന മാതിരിയല്ലേ? അല്ല, കാലത്ത് കൊടുത്തയച്ചോന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു. റൊട്ടിയും ചപ്പാത്തിയും ഒക്കെ തിന്ന് മടുത്തിട്ടാത്രേ ഇങ്ങോട്ട് വന്നത്. നാടൻ രീതികളൊക്കെയാ ഇഷ്ടം. നമുക്ക് ബുദ്ധിമുട്ടാവും, പുറത്തുനിന്ന് വാങ്ങി കഴിച്ചോളന്നൊക്കെ പറഞ്ഞു. അത് ശരിയാവില്ല. കൗണ്ടർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്ന് താമസിക്കുമ്പോ അവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ കടമയാ. ശരിയാവില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓ, പിന്നെ കാലത്തൊരു പെൺകുട്ടി ആഹാരം കൊടുത്തയച്ചല്ലേ, അവളെ ഇനി അങ്ങോട്ട് അയക്കണ്ട. എന്താ എന്തു പറ്റി? അതാ പെൺകുട്ടിക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ല. കുരുത്തക്കേട് ഒരു അല്പം കൂടുതലാ. എന്ത് കുരുത്തക്കേടാ നീ കാണിച്ചെന്നാ ചോദിച്ചത്? വെറുതെ അല്ല അയാളൊന്നും കഴിക്കാത്തത്. അതിനെന്താ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിച്ചോളാം. എല്ലാം കൂടെ എടുത്ത് അവന്റെ തൊണ്ടയിലിട്ടിട്ടുകൂട്. എന്താടി കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ല. പെണ്ണിന് അഹമ്മദ് കുറച്ച് കൂടുന്നുണ്ട്. കേളം പറഞ്ഞല്ലോ നിനക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടാന്ന്. സത്യം പറ, നീ എന്താ അവിടെ പോയി ഒപ്പിച്ചത്? ഞാൻ മീശ ഉണ്ടോന്ന് ചോദിച്ചു. ഓ, അത് ശരി. അപ്പൊ അയാൾക്ക് മീശക്കച്ചവടാ? പണിയെടുക്കടാ. അതല്ല, ഞാൻ അയാളെ കാര്യസ്ഥനോട് മീശ അകത്തുണ്ടോന്ന് ചോദിച്ചു. കേളനെ നീ മീശയെന്ന് വിളിച്ചോ? അയാൾ ആരാന്നറിയാവൂടി നിനക്ക്? കൗണ്ടറുടെ വീട്ടിൽ വന്ന ഒരാളിനോട് മര്യാദയായിട്ട് പെരുമാറിയില്ലെങ്കിൽ നന്ദികേടല്ലേ അത്? നീ ഇപ്പൊ പോണം, പോയി മാപ്പ് പറയണം.
അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ജലപാനം നിനക്ക് തരില്ല. പോ. നോ. പാടി ഇവിടെ. മുന്നേ തന്നെ കരുത എവിടെ വരാൻ? എന്താ 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 നിന്റെ ഉദ്ദേശം? എന്റെ പിന്നാലെ വരുന്ന എന്തിനാന്നാ ചോദിച്ചത്? മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു എന്റെ പിന്നാലെ ഇറങ്ങാൻ? കിളവിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ നിന്നെ എന്റെ പിന്നാലെ പറഞ്ഞേക്കാൻ? ഇല്ല, മുത്തശ്ശി പറഞ്ഞു മാപ്പ്. മുത്തശ്ശി മാപ്പ് പറഞ്ഞു? എന്ത് പിണ്ണാക്കിനെ? എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു. മര്യാദയില്ലാതെ പെരുമാറിയതിന്. എന്നാ പിന്നെ നേരത്തെ അതങ്ങ് പറഞ്ഞു തൊലച്ചൂടായിരുന്നോ നിനക്ക്? എന്താ എന്താ പ്രശ്നം മീനാക്ഷി? ഇവിടെ പ്രശ്നമൊന്നുമില്ല. എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ. എന്താ പ്രശ്നം വല്ലതും ഉണ്ടാക്കണം? താനാരാ? താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാട് അല്പം പെശക. ഞാനും. ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി? ഇല്ല. അപ്പൊ ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. വണ്ടി എടുക്കട പൊട്ട. ഇതേതാ ഈ ജന്തു? നാട്ടിലെ വലിയ പണക്കാരനാ. ഇവിടുത്തെ തുണിക്കടയും തിയേറ്ററും ഒക്കെ ഇയാടെയാ. കുഞ്ഞുകുട്ടനാരിങ്ങ് വന്നേ. ഏതാടോ ഒരു ജഡായി നാട്ടിലിറങ്ങിയിരിക്കുന്നത്? അത് ഇരുവശവും ചിറകുള്ള കുപ്പായൊക്കെ ഇട്ട് ഒരു പൊക്കണ സഞ്ചിയും പിടിച്ച് പാമ്പ് പിടുത്തക്കാരനാണ്. മീനാക്ഷിയുടെ കൂടെ കണ്ടു. ഓ, പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ. ആ, അവന്റെ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ. അറിയാലോ, ഇവൻ രണ്ടാളെയും കൊണ്ട് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ. എന്തുണ്ടായി? അത് പോട്ടെ, ഞാൻ അവൾക്ക് വാങ്ങിത്തന്ന പവിഴമാലയും പാദസരമൊന്നും താൻ കൊടുത്തില്ലേ? ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ. അതവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുക. സാരിപ്പോ കമലഹാസന്റെ അവ്വേ ഷൺമുഖിയും ഈ ഷൺമുഖൻ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറ. നാളത്തെ മാറ്റ്നിക്ക് എന്നെ കൊണ്ടുവരുമല്ലോ. അമ്മേ, ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. മോൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മ എന്താ ഈ പറയുന്നത്? അവക്ക് ഇങ്ങോട്ട് വന്നൂടെ? വരണം, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയും മറ്റോ അറിഞ്ഞ ആ വീട്ടിൽ പൊറുതി ഉണ്ടാവും ഇവൾക്ക്. ഞാൻ പോണു. മേയാൻ വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല. അതിനെ തേടി പുറപ്പെട്ടതാ. മണിയേട്ടന്റെ വല്ല വിവരമുണ്ടോ? ഇല്ല മോളെ, അതോർത്ത് ആദ്യ പിടിച്ചിരിക്കുക. അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന്? എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. അവൻ എന്ത് പറ്റിയോ ആവും. ഓ, എന്ത് പറ്റാനാ? ഏട്ടന് പണിത്തിരക്കാവും. വാ, നീ കയറിയിരിക്കെ. വേണ്ട, ആ അസത്ത് പശു എവിടെയെന്ന് നോക്കട്ടെ. ഓടല്ലേ, നിക്ക്, നിക്ക്. എവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് പാടി. കണ്ടിലും മൂക്കിലും ഒക്കെ ചെളിയാ. ഇവിടെയൊന്നും നല്ല വെള്ളമില്ല. പുഴ വരെ പോണം. എവിടെയൊക്കെ ഈ ചെറുതാനം കൊണ്ട് ഇതെന്തു കോലം? ആ ചെളിക്കകത്ത് നല്ല കരടിയോ കരിക്കരുന്നവരാണോ? ഇനി ഒരു ചെണ്ടയുടെ കുറവേ ഉള്ളൂ. കടുവാകളിക്കാരനെ പോലുണ്ട്. ആരാടാ കടുവന്ന് വിളിച്ചത്? ആരാടാ തെണ്ടി? ചുണയുണ്ട്, ഒന്നുകൂടെ വിളിക്കണം. വിളിക്കണം. ഇവിടെ വിളിക്കാൻ. ആരാടാ തെണ്ടി കടുവന്ന് വിളിച്ചത്? ആരാണെന്ന്? നീ ആർക്കാണ് വേണ്ടത്? ആർക്കാണ് വേണ്ടത്? ആ, ചെളി വീണെന്ന് പറഞ്ഞ് കളിയാക്കും. ആരാരും കളി വീഴും.
കണ്ണി കൊള്ളാനുള്ളത് പുരികത്തെ കൊണ്ടുവന്ന് വിചാരിച്ചാൽ മതി. പോട്ടെ, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. അങ്ങനെയും പറയാം. ദിവസവും കാലത്ത് തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിടുന്ന കന്ന് കണക്ക് നാട് മുഴുവൻ വേഗം വിട്ടിട്ടല്ലേ, അല്ലാതെ വീട്ടിനകത്തിരുന്ന് ഇതുവരെ സംഭവിക്കുമായിരുന്നോ? അതുകൊണ്ടാ കെട്ടിച്ചയക്കാൻ പറയുന്നത്. അത് പറഞ്ഞാൽ ആരുടെ ചെവിയിലിട്ട് വീഴ്ത്തൂല്ല. നീ ആരുടെ അവളെ ഗുണദോഷിക്കാൻ? അവനോ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാൻ കേട്ടോ. ആ ദേ കേളം വന്നല്ലോ. കേളനോട് ചോദിച്ചാ സത്യം അറിയാം. എന്താ കേളം ഉണ്ടായത്? ഒരബദ്ധം പറ്റിയതാ. ഒന്ന് പൊട്ടിച്ചു അല്ലേ? വേണമെന്ന് വെച്ചല്ല, അപ്പൊ ഇവള് പറഞ്ഞത് സത്യവാ. തെറ്റുപറ്റിയതിൽ ക്ഷമിക്കണം. എന്തിന്? കേളം വെടി പൊട്ടിച്ചപ്പോ പശു ഓടി. കയറ് ചുറ്റി പിടിച്ചു നിന്നപ്പോ ഇവള് ആലോചിക്കണ്ടായിരുന്നോ പശു ഓടിയ വീഴുമെന്ന്? അങ്ങനല്ല. വിഷമിക്കാനൊന്നുമില്ല. മോന്ത ഇത്തിരി വീങ്ങിയെന്നേ ഉള്ളൂ. ഒരു പല്ല് വലുപ്പം ഇളയിട്ടുണ്ട് അല്ലേ? കേളൻ ഇരിക്കെ. എടാ കുഞ്ഞൂട്ടാ ഒരു തടുക്കെടുത്തിട്ട് കൊടുത്തേ. അല്ല, ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ച് കരുതാ, ഇരിക്കുന്നില്ല. സാർ ശിക്കാരൻ ഇറങ്ങിയാണെങ്കിൽ ഇവിടെ ഈ പാടത്തും പരമ്പത്തും നടന്ന് ഒടിവെച്ച വല്ല കാക്കയും കൊക്കനൊക്കെ കിട്ടൂ. നല്ല നായാട്ടിന് കാട്ടിലേക്ക് ഇറങ്ങണം. താൻ വരുവോ? ഞാനോ? ഞാൻ ഫ്രീ അല്ലേ? ഇവിടെ കുറച്ച് ജോലിയൊക്കെ. എന്ത് ജോലി? അതെ, ഒരു 5-6 ദിവസം തുടർച്ചയായിട്ട് ആഹാരം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. അഖണ്ഡ ഭക്ഷണ യജ്ഞം. അതൊരു നല്ല ജോലിയാണ്. കേളന് കാട്ടി പോയ പോരെ, വഴി ഉണ്ടാക്കാന്ന്. അവിടെ തന്നെ മുക്കി കൊല്ലണം ആ തീറ്റി പണ്ടാരത്തിന്. മൂന്ന് ദിവസം അന്വേഷണമൊക്കെ ഓടിയത് ഒട്ടകയിൽ ഒരു പൂച്ച പോലും ഇല്ലാതെയാ. ഏതെങ്കിലും ഒരു ഷോയ്ക്ക് മീനാക്ഷിയും കൂട്ടി താൻ വരുമെന്ന് കരുതി. അത് മീനാക്ഷിക്ക് ഭ്രാന്തായി പോയോ? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാ മതി. അതല്ല, അവൾക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ല. അതെന്ത്? അതിന്റെ നിറം നീലയല്ലേ, പിന്നെ ബോർഡറിൽ കറുത്ത പൂക്കളും. കറുത്ത പൂക്കളാ തീരെ ഇഷ്ടപ്പെടാത്തത്. എന്നിട്ട് ആ സാരി എവിടെ? വെള്ളപ്പൊക്കക്കാർ കൊടുത്തു. വെള്ളപ്പൊക്കക്കാരൻ? ആ, വെള്ളപ്പൊക്കം എന്നും പറഞ്ഞ് ഓരോ വർഷം രാജസ്ഥാനിൽ നിന്ന് നോട്ട് ബുക്കുമായിട്ട് ചില ഇരട്ടാളുകൾ വരില്ലേ, അവർക്ക് കൊടുത്തു. പിന്നെ ഏത് നിറം കൊടുത്താൽ അവള് വരും? മഞ്ഞ ഓറഞ്ചും ഒക്കെ അവൾക്ക് ഇഷ്ടം. ഇതെന്തുകൊണ്ട് താൻ നേരത്തെ പറഞ്ഞില്ല? ഇപ്പോഴല്ലേ ചോദിച്ചത്. അത് മാത്രമല്ല പ്രശ്നം. ഞാൻ അവളോട് സംസാരിച്ചു, മനസ്സറിയാൻ. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. എന്ത്? അവൾക്കൊരു സംശയം, ഷൺമുഖൻ അവളെ നന്നായി നോക്കുമോ എന്ന്. അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ, ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ആ നോട്ടല്ല, വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോ എന്ന്. എന്താഗ്രഹം? കാറോ, ബംഗ്ലാവോ, ആഭരണങ്ങളോ? അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റിൽ കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റോ? ആ, ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ ഏറ്റു. സാരി തന്നിട്ടും സിനിമയ്ക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പൊട്ടനെ അറിയാലോ, അവനെ ഇനിയും ജയിലിലേക്ക് അയക്കരുത്. എനിക്കൊന്നും വേണ്ട. അവന്റെ സാരിയും ഗാമയും. എന്താണ് അവനൊരു കുറവ്? കാശില്ലേ? കാണാൻ കൊള്ളൂലേ? അയ്യടാ, നല്ല ശേലല്ലേ? കാട്ടുമകം കണ്ണാടി വെച്ച പോലുണ്ട്. ആ വായി നോക്കി. ഓ, നിന്നെ കെട്ടാൻ ഇപ്പൊ ശിവേന്ന് രാജകുമാരൻ വരും. ആ വരും. വരും. ആ മരം കൂടെ മണികണ്ടല്ലേ, അതിന് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. മര്യാദക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്ന നല്ലത്. ആച്ചമ്മേ, ചെറിയ കെട്ടണ്ട, വേണ്ട. ഞാൻ കെട്ടണമെന്ന് പറഞ്ഞില്ല. സാരി ഞാൻ എടുത്തോളാം. അവക്ക് കൊടുത്തോന്ന് പറഞ്ഞാ മതി. കുറെ ആയി വാങ്ങിക്കൂട്ടുന്നു. മിക്കവാറും നീ തന്നെ അവനെ കെട്ടേണ്ടി വരും. ഇനി ഞാനില്ല, എന്നെ കൊണ്ട് നടക്കാൻ വയ്യ. ഞാൻ പോണു. അവിടെ നിക്കടാ, അവിടെ നിക്കാൻ. ഒരുങ്ങി മാനുണ്ട്, പുലിയുണ്ട്, മാങ്ങാ തൊലിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എലിയെ പോലും കാണാനില്ലല്ലോ. കുറച്ചുകൂടെ ഉള്ളിൽ പോണം. ഉള്ളിൽ പോണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. പുലി പോയിട്ടൊരു പൂച്ചയെങ്കിലും കണ്ടാ മതിയായിരുന്നു. കടുവ. കടുവയും പുലിയൊന്നും ഇവിടെ ഇല്ല. ചെറിയച്ഛൻ ബടായി പറഞ്ഞതാ. അതയാളെ വീമ്പ് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. സാറ് പുലിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ ഒരിക്കൽ ഹിമാലയത്തിന് താഴെ ഒരു കാട്ടില് ഞാൻ ഒറ്റയ്ക്കാ, സന്ധ്യയായി കാണും. ഒരു വളവ് തിരിഞ്ഞു വരുമ്പോ 15 അടി മുമ്പിൽ നിൽക്കുന്നു ഒന്നല്ല 2 പുലി. തോക്കിലാണെ ഒരു ഉണ്ടേ ഉള്ളൂ. അയ്യോ പത്തോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി ഉപയോഗിക്കണം. രണ്ടും ഒന്നിച്ചു മുമ്പോട്ട് കുതിച്ചു. എന്നിട്ട് ഒരുണ്ട 2 പുലി, 2 പുലി ഒരുണ്ട്. ഈ പുലിയെ ഞാൻ കൊന്നാൽ ആ പുലി എന്നെ തിന്നും, ആ പുലിയെ ഞാൻ കൊന്നാൽ ഈ പുലി എന്നെ തിന്നും. എന്റെ അമ്മേ. ഭാഗ്യത്തിന് എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ഞാൻ തോക്കിന് മുമ്പിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു. എന്നിട്ട് ഉന്നം നോക്കി ഒരൊറ്റ വെടി. ഉണ്ട കത്തിയെ തൊട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിനും പള്ളക്കിന്ന് കയറി. രണ്ടും കൂടെ തലയും കുത്തി താഴെ. ഇതിനായിരിക്കും
ഒരു വെടിക്ക് 2 പുലിന്ന് പറയുന്നേ? ഓ, കേട്ടിട്ട് പേടിയാവുന്നു.